നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഒരു വിപ്ലവം തന്നെയാണ് ഇന്ന് സമൂഹത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഓലപ്പുരയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും വലിയ കൊട്ടാരങ്ങളിലാണ്. ഒരു കാലത്ത് വിദേശ രാജ്യത്തുള്ള പ്രവാസ ലോകത്തുള്ള മക്കളുടെ ഫോൺ വിളി കേൾക്കാൻ 5ഉം 10ഉം വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിനെ ആശ്രയിച്ചിരുന്നതിൽ നിന്നു മാറി സ്വന്തം വീട്ടിലെ തലണയിൽ തലവെച്ച് കിടക്കുന്ന ഒരു വല്യുമ്മാക്ക് പോലും തൻ്റെ വിദേശത്തുള്ള പ്രവാസിയായ പേരക്കുട്ടിയെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിൻ്റെ ലോകം. ഒരു ഭാഗത്ത് ലോകം വലിയ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാതായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ശ്രേഷ്ഠതയൊന്നും മനുഷ്യൻ്റെ ധാർമ്മിക രംഗത്തെ നന്മയിലേക്ക് എത്തിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലുള്ള നിരവധി കഥകളും സങ്കടങ്ങളുമാണ് ഇന്ന് പല കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റുകളില്ല. എൻ്റെ പണം, എൻ്റെ കുടുംബം, എൻ്റേതായ സൗകര്യങ്ങൾ എന്നൊരു കുടുസായ മനസ്സിലേക്ക് പലരും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എവിടെയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് സ്വാർത്ഥത എന്ന വാക്കുകൾ മാത്രമായി ചുരുങ്ങുമ്പോൾ കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും വിശ്വാസരംഗത്തു പോലും വലിയ തകർച്ചയാണ് ഇന്ന് പല കുടുംബങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ 18 കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് മാത്രം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വേർപെടുത്തപ്പെട്ട കുടുംബങ്ങളുടെ അളവുകൾ 15,000-ന്റെ മേലെയാണ്. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് രോഗങ്ങളും മറുഭാഗത്ത് വിശ്വാസ തകർച്ചയും കുടുംബ തകർച്ചയും നമ്മളെ സ്വാധീനിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും ഇന്ന് സമൂഹത്തിൽ അവതരിപ്പിച്ചു. നവലിബറലുകൾ ആവശ്യപ്പെട്ടതും പ്രയോഗിച്ചതും മതമാണ് കുറ്റക്കാരൻ. എന്തിനു മതവിശ്വാസിയായി മാറണം? ഒരു മതത്തെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് പകരം മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിച്ചാൽ പോരെ? അതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന് ഇഷ്ടം? ഏതിഷ്ടപ്പെടുന്ന പറവകളെപ്പോലെയും മേൽക്കയറി ജീവിക്കുന്ന ലൈംഗികതയുടെ അരാജകത്വത്തിൻ്റെ വ്യത്യസ്തമായ വഴികളിലേക്ക് തലമുറകളെ കൂട്ടിക്കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ താറുമാറാകാനുള്ള കാരണം, എന്തുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോകാനുള്ള കാരണം, എന്തുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് മൂല്യച്യുതികളും ജീവിതത്തിൻ്റെ കുടുംബരംഗത്ത് അധാർമികതകളും വ്യാപിക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരൊറ്റ കാരണം: ഈ ലോകത്തൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ചിന്ത നാളെ റബ്ബിൻ്റെ അരികിലേക്കുള്ളൊരു യാത്രയാണ് എൻ്റെ ജീവിതമെന്നും ഈ ജീവിതത്തിൽ നൽകപ്പെട്ട സർവ്വതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന മരണമെന്ന ചിന്ത, മരണമെന്ന ബോധം ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പോസിറ്റീവായ ഒരു ചിന്ത എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എൻ്റെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുൻപിലാണെന്ന ബോധം. നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിലാണ്. ആ വാഹനത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയവരുണ്ട്, നിന്നു യാത്ര ചെയ്യുന്നവരുണ്ട്, വളരെ പ്രയാസപ്പെട്ട് കമ്പി പിടിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്, ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ വാഹനത്തിൻ്റെ ഇടക്കപ്പോ എവിടെയൊക്കെയോ സ്റ്റോപ്പുകളിൽ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങിയേ മതിയാകൂ എന്ന ചിന്ത, അവരെ പറ്റിയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ.
മനുഷ്യരുടെ കൂട്ടത്തിൽ പലരും ഈ ദുനിയാവിനെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. നൽകപ്പെട്ടെന്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന നാളത്തെ ലോകത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ, എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളിൽ, എൻ്റെ അയൽപ്പക്കങ്ങളിൽ, എൻ്റെ ഓരോ സമ്പത്തുകളിൽ, എനിക്ക് അല്ലാഹു തന്ന ആയുസിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും എൻ്റെ റബ്ബ് ചോദിക്കുമെന്ന ചിന്ത മനുഷ്യന് നഷ്ടപ്പെടുകയും ഈ ദുനിയാവിന് വേണ്ടി വലിയ സ്ഥാനം കൊടുത്ത് ഈ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മത്സരിച്ചോടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്നൊരു വലിയ സത്യം, മരണമെന്ന യാഥാർത്ഥ്യം. ആലോചിച്ചു നോക്കൂ. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അലി ബനാത്തി എന്ന ചെറുപ്പക്കാരൻ, 10ഓളം ഫെറാരി കാറുകളും ആഗ്രഹിക്കുന്നതെന്തും വ്യത്യസ്തമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ 30 വയസ്സിൻ്റെ അരികിലെത്തുമ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപെട്ടു. വേദനയും സങ്കടവുമായി ജീവിച്ച് ആശുപത്രിയിൽ കയറി ചെന്നപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തിന് കൊടുത്ത സമയം 7 മാസത്തെ കാലാവധിയായിരുന്നു. 7 മാസത്തെ കാലാവധിയായിരുന്നു അലി ബനാത്തിന്റെ ആയുസിന് അന്ന് ഡോക്ടർമാരിട്ട വില. തിരിച്ചാശുപത്രി കിടക്കയിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അലി ബനാത്ത് പിന്നീട് അങ്ങോട്ട് 10 മാസം തൻ്റെ സമ്പത്ത് കൊണ്ട് എങ്ങനെ ദൈവത്തിൻ്റെ തൃപ്തി കണ്ടെത്താമെന്ന് ചിന്തിക്കുകയും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഘാനയെ പോലെയുള്ള, സുഡാനിനെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഓരോ ലോകത്തേക്കും കയറി ചെന്ന് ഓരോ പാവപ്പെട്ടവന്റെ കണ്ണുനീരുമൊപ്പി അവസാനം ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡുകളിലേക്ക് കയറി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലി ബനാത്ത്, ഈ സുക്കേടിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? ദൈവം താങ്കളോട് അനീതി കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പുഞ്ചിരിയോടെ അലി ബനാത്തിന്റെ തിരിച്ചുള്ള മറുപടി, എൻ്റെ അസുഖം എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിക്കാത്ത പല സന്തോഷങ്ങളും ഞാൻ അനുഭവിച്ചു. ഫെറാരി കാറുകളിൽ 200 കിലോമീറ്ററുകളിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റിയത് ഞാൻ കൊടുക്കുന്ന റൊട്ടിക്കഷണങ്ങൾക്ക് മുൻപിൽ കണ്ണു നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് എനിക്കൊരുമ്മ തന്ന് തിരിച്ചു പോകുന്ന ഘാനയിലെ, ആഫ്രിക്കയിലെ തെരുവുമക്കളുടെ മുഖത്തുള്ള പുഞ്ചിരി, ആ പുഞ്ചിരിയോളം വലുതായിട്ട് എനിക്കെൻ്റെ ഫെറാരി കാറുകൾ സമ്മാനിച്ചിട്ടില്ല. എൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. എനിക്കെൻ്റെ റബ്ബെന്നോട് തന്ന ഒരു ഗിഫ്റ്റായിരുന്നു എൻ്റെ അസുഖം എനിക്ക് മാറാൻ, എനിക്ക് തിരിച്ച് ചിന്തിക്കാൻ, നാളെ എൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ. വീണ്ടും ആ പത്രക്കാരൻ ചോദിച്ചൊരു ചോദ്യം താങ്കളെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും ഈ സമയത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു? മരണമാണോ താങ്കളെ വേദനിപ്പിക്കുന്നത്? ഈ ലോകത്തുള്ള കാഴ്ചകളാണോ താങ്കളെ സങ്കടപ്പെടുത്തുന്നത്? അലി ബനാത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. മറിച്ച് എന്നെ സങ്കടപ്പെടുത്തിയത് ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവെന്നോട് പറയുന്നുണ്ട്, ഇന്നക്ക മയ്യത്തുൻ, നീ മരിക്കും. ഈ ലോകത്ത് നീ കൊട്ടാരങ്ങൾ കെട്ടിപ്പടുത്താലും, ഈ ലോകത്ത് നിന്റെ ബാങ്ക് ബാലൻസുകൾ കുന്നുകൂടിയാലും, ഈ ലോകത്ത് നിനക്ക് അധികാരത്തിന്റെ ഏതൊക്കെ സോപാനത്തിൽ നീ ജീവിച്ച് ആ സോപാന ലോകത്ത് നീ ആസ്വദിച്ചാലും, എത്ര കൊട്ടാരങ്ങൾ നീ കെട്ടിപ്പടുത്താലും, ഇന്നക്ക മയ്യത്തുൻ, നീ മരിക്കും, നീ മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമെന്ന് ആവർത്തിച്ച് എൻ്റെ റബ്ബ് പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ആശുപത്രിയിൽ ഒരു വെളുത്ത കോട്ടും ധരിച്ച് കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പും വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു, താങ്കൾക്കിനി 7 മാസത്തെ ആയുസ്സേയുള്ളൂ എന്ന്, മരണം തൊണ്ടക്കരികിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന്. എൻ്റെ റബ്ബെന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം കോട്ടിട്ടൊരു ഡോക്ടർ പറയേണ്ടി വന്ന് എനിക്ക് വിശ്വസിക്കാൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയും അവസാനത്തെ കിടക്കയിൽ ഐസിയുവിന്റെ ഉള്ളിൽ ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതി നാഥന്റെ അരികിലേക്ക് മടങ്ങുന്നു ഞാൻ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ഇടം തരണം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പോയ ഒരു മരണം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തിരിച്ചു പോയേ മതിയാകൂ. മനസ്സിൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ, എൻ്റെ മക്കൾ യത്തീം മക്കളാകുന്നതോ,
എൻ്റെ ഭാര്യ വിധവയാകുന്നതോ, എൻ്റെ പണി തീരാത്ത വീട് എൻ്റെ കുടുംബത്തെ സങ്കടപ്പെടുത്തുന്നതോ ഒന്നും പരിഗണിക്കാതെ അള്ളാഹു ഈ ലോകത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകും. അതാണ് റബ്ബ് പഠിപ്പിച്ചതും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടും. ആ മടക്കപ്പെടുന്നതിൻ്റെ മുൻപ് നമുക്ക് വേണ്ടി നമ്മൾ ചിലത് കണ്ടെത്തണം. എൻ്റെ കബറിലേക്ക് എനിക്ക് വേണ്ടി ചിലത് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ. ഇന്നെൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒന്ന് എഴുന്നേറ്റ് നിന്ന് പിൻഭാഗത്തേക്കും മുൻഭാഗത്തേക്കും കണ്ണോടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും. നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും, നമ്മൾക്ക് സ്നേഹം തന്നിരുന്ന പലരും നമ്മളുടെ കുടുംബത്തിലും നമ്മളെ ബന്ധത്തിലും നമ്മളോട് ചേർന്ന് നിന്നിരുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. നാളെ മരിച്ച മണ്ണോട് ചേരുന്നതിൻ്റെ മുൻപ് ഈ കൂട്ടത്തിൽ എത്ര പേര് എൻ്റെ മയ്യത്തിൻ്റെ മുഖം കാണാൻ വരും? എത്ര പേര് എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടാകും? നാളെ അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് എൻ്റെ ആയുസ് കൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിച്ചെടുത്ത എൻ്റെ സമയത്തിൻ്റെ കണ്ടെത്തലാണെന്നും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ടായിരുന്നു ഒരിക്കൽ മദീന പള്ളിയിലിരിക്കുന്ന സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബാക്കൾ മുഖത്തോട് മുഖം നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബാക്കളിൽ ചിലർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് നബിയെ താല്പര്യം. എൻ്റെ സ്വത്തെന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ടതാ. എൻ്റെ അനന്തര സ്വത്ത് എൻ്റെ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതാ. ഞാൻ എന്ത് സമ്പാദിച്ചു കൂട്ടിയാലും അതെനിക്ക് മരണത്തിൻ്റെ മുൻപ് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെൻ്റെ അനന്തര സ്വത്ത് മാത്രമാ, എൻ്റെ സ്വത്താണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് സഹാബത്ത് പറയുമ്പോൾ തിരുദൂതൻ കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾ തിന്നു തീർത്തതേയുള്ളൂ, അതിനി ഒരാൾക്ക് തിന്നാനാവില്ല. നിങ്ങൾ ധരിച്ചതേയുള്ളൂ, അതിനി ഒരാൾക്ക് ധരിക്കാനാവില്ല. നിങ്ങൾ ചെലവഴിച്ചതേയുള്ളൂ, അത് മറ്റൊരാൾക്കിനി ചെലവഴിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമുക്ക് അല്ലാഹുവിൻ്റെ ഖബറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് എന്തെന്നറിയോ? ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ കാരണം നമ്മളെ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ആ ഖബറിന്റെ മണ്ണിലേക്ക് 3 പിടി മണ്ണ് വാരിയിടുമ്പം, അത് നാട്ടിലെ പള്ളിക്കാട്ടിലാവട്ടെ UAE ഏതെങ്കിലും ഒരു മണ്ണിലാവട്ടെ, 3ാമത്തെ പിടി മണ്ണും ഖബറിന്റെ മേലേക്ക് ഇടുമ്പോൾ മനസ്സറിഞ്ഞിട്ടൊരാൾ പറയണം, റബ്ബേ, ഈ മനുഷ്യന്റെ ഖബറ് നീ ഒന്ന് വിശാലമാക്കി കൊടുക്കണേ നാഥ. ഒരുപാട് ദീനിനു വേണ്ടി, ഒരുപാട് കുടുംബത്തിന് വേണ്ടി, സ്വന്തങ്ങൾ മറന്ന് മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും ജീവിതത്തിൽ പകർത്തിയിരുന്ന ഈ മനുഷ്യന്റെ ഖബറൊന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് നമ്മളറിയാത്ത, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും പറഞ്ഞാൽ അതാണ് മനുഷ്യരെ അനന്തര സ്വത്ത്. അതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനന്തര സ്വത്ത്. ആ അനന്തര സ്വത്ത് നേടാനായിരുന്നു സഹാബത്ത് മത്സരിച്ചു കൊണ്ടിരുന്നതും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും പരസ്പരം സ്നേഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അവർ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും ആ അനന്തര സ്വത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് കണ്ടെത്താൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അള്ളാഹുവിന്റെ ഹബീബും റസൂലുള്ളയിൽ വിശ്വസിച്ച സഹാബാക്കളും ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ മക്കയിലെ റസൂലുള്ളാന്റെ വീട്ടിന്റെ വാതിലിനാരോ മുട്ടി. ഭയപ്പാടോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് വാതിൽ തുറക്കുമ്പോൾ കണ്ടത് പേരിനു മാത്രം ഒരു വസ്ത്രം ധരിച്ച് മേലൊട്ടാകെ കറുത്ത രോമങ്ങളുമായി ഒരു കറുത്ത കാപ്പിരി മനുഷ്യൻ. നഗ്നത മറയുന്ന ഒരു തുണി മാത്രമേ ആ മനുഷ്യനുള്ളൂ. അല്പം ഇരുട്ടിൽ നിന്ന് ഹബീബിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ബിലാലാണ് നബിയെ. കറുത്ത വർഗക്കാരിൽപ്പെട്ട എൻ്റെ ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന ഒരടിമയായ ബിലാലാണ് ഞാൻ. എനിക്ക് താങ്കളിൽ വിശ്വാസമുണ്ട് നബിയെ. താങ്കൾ അല്ലാഹുവിൻ്റെ പ്രവാചകനാ, താങ്കളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുറ്റുഭാഗവും നോക്കി പേടിച്ചരണ്ട് റസൂലിന്റെ കൈ പിടിച്ച് ഇസ്ലാമിന്റെ ബൈഅത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അല്ലാഹുവിന്റെ തിരുദൂതൻ നെഞ്ച് പൊട്ടി കണ്ണുനീരോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ച സെക്കൻഡിൽ
ബിലാൽ റളിയല്ലാഹു അൻഹു ഒരല്പം പിന്നോട്ട് മാറി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, പ്രവാചകരെ, എന്നെ ജനിപ്പിച്ച എൻ്റെ ഉമ്മയല്ലാതെ ഒരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ. എന്നെ കാണുമ്പം അറപ്പോടെ മുഖം തിരിക്കുന്നവരും വെറുപ്പോടെ കാർക്കിച്ചു തുപ്പുന്നവരും ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഈ ജനതയ്ക്ക് മുൻപിൽ താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ, താങ്കളെ നെഞ്ചോടെ എനിക്ക് ചേർന്ന് നിന്നേൽക്കുവേണ്ടെന്നപ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നു നബിയെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും ഇടമുണ്ടാകുമെന്ന് കരുതി ഞാൻ തിരിച്ചു പോകുന്നു റസൂലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈപിടിച്ച് തിരിച്ചു മടങ്ങുമ്പോ ഇരുട്ടത്തിറങ്ങിയോടുന്ന അർദ്ധനഗ്നനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ചതും അവര് പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയതും നാളെ റബ്ബിന്റെ മുൻപിൽ, അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സ്വയം ഉരുകിയിട്ടാണെങ്കിലും പലതും മറന്നിട്ടാണെങ്കിലും ആ ബന്ധങ്ങളെ സ്നേഹിക്കാൻ എന്നും അള്ളാഹുവിന്റെ ഹബീബ് താല്പര്യം കാണിച്ചിട്ടുണ്ട്. മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ തലയിൽ ചപ്പുചവറ് നിക്ഷേപിക്കുന്ന, പള്ളിയിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ തലയിൽ ചപ്പുചവറ് നിക്ഷേപിക്കുന്ന ജൂതപ്പെണ്ണ് അല്പ ദിവസം കാണാതായപ്പോൾ അവൾ സുക്കേട് ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്ന അള്ളാഹുവിന്റെ ഹബീബ് കയറി ചെന്ന് അവളുടെ രോഗശമനത്തിന് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വയം ഉരുകി മറ്റൊരുക്കൾക്ക് മുൻപിൽ ജീവിതത്തിന്റെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും മറന്ന് ജീവിച്ച ഒരു റസൂലിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ, ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയറായാലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. പലരും ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം അടക്കാതെയും ഒരുപാട് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? കാരണങ്ങൾ ആർക്കും അറിയാത്ത കാരണങ്ങൾ. ഈ ദുനിയാവെന്ന് പൊരുത്തം കിട്ടാതെ മരിച്ചു പോകുന്ന പതിനായിരങ്ങൾ. മനസ്സിന്റെ വെറുപ്പും പകയും ഈ ദുനിയാവിൽ ചോദിച്ച് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും ഭാഗത്തു നിന്ന് പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഹതഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുണ്ട്, ഹതഭാഗ്യവാന്മാരായ ഉമ്മമാരുണ്ട്. ഇങ്ങനെ പലതിൻ്റെ പേരിലും കുടുംബങ്ങളിൽ പോലും ഒരുമയില്ലാതാകുന്നു. ഏട്ടനനിയനെ കാണാൻ താല്പര്യമില്ല, അനിയനേട്ടനെ കാണാൻ താല്പര്യമില്ല. ആങ്ങളക്ക് പെങ്ങളെ കണ്ടൂടാ, പെങ്ങളക്ക് ആങ്ങളയെ കണ്ടൂടാ, നാത്തൂമാർക്ക് ആങ്ങളൻ്റെ ഓളെ കണ്ടൂടാ, ആങ്ങളൻ്റെ ഒക്കെ നാത്തൂമാരെ കണ്ണെടുത്താ കണ്ടൂടാ. ഒരേ കുടുംബത്തിന്റെ ഉള്ളിൽ ഒരേ വാപ്പാന്റെ എല്ലുൾ വെള്ളമാക്കി ജീവിപ്പിച്ച മക്കൾ, ഒരേ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് ജീവിച്ച മക്കൾ ഇന്ന് തമ്മു തല്ലിക്കൊണ്ടിരിക്കുന്ന കാലം. ഈഗോയുടെ പേരിലും പകയുടെ പേരിലും മനസ്സിന്റെ ഒരൽപ്പം കാരുണ്യം കാണിക്കാതെ ദുനിയാവിന്റെ മായാലോകത്ത് ഞാൻ ഓന്റെ ചെലവിലല്ലല്ലോ, എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്, നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, 3 ആളെ കെട്ടിച്ചിട്ടുണ്ട്, വീടുണ്ടാക്കിയിട്ടുണ്ട്, എത്രയൊക്കെ നഷ്ടം സംഭവിച്ചാലും ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട് എന്ന ദാഷ്ട്യ ചിന്തയോടുകൂടി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ 3 പിടി മണ്ണ് ആ കബറിന്റെ മേലേക്ക് വാരിയിടുമ്പോൾ കബറിന്റെ വക്കിലിരിക്കുന്ന പലരും ആത്മരോഷത്തോടെ പറയുന്നത്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, എത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒരു കാലണയുടെ ഗുണമില്ലാതെ തിന്നും കുടിച്ചും രമിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും ലക്ഷറി ലൈഫ് ജീവിതത്തിൽ ആസ്വദിച്ചും ഈ മണ്ണിന്റെ അടി കിടക്കുന്നവൻ എന്തൊക്കെ ചെയ്തു കുട്ടിയവനാണെന്ന് മനസ്സു വെറുത്ത് പറയിപ്പിച്ച് മടങ്ങിപ്പോകുന്ന യാത്രയല്ല മനുഷ്യരെ നമുക്ക് വേണ്ടത്. ഓരോരുത്തരും ഓരോ പിടി മണ്ണ കബറിലേക്ക് ഇടുന്ന സമയത്തും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മടക്കം. അതിനെന്തു വേണം? ബന്ധങ്ങളെ കുട്ടിയോജിപ്പിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്കാർക്കെങ്കിലും നാഥനിൽ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ മടക്കം റബ്ബിന്റെ മുൻപിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആളിക്കത്തുന്ന തീജ്വാലകളായ റബ്ബിന്റെ നരകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ പറുദീസയാക്കപ്പെട്ട അരുവികളുടെ സ്വർഗലോകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാഥന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ കടുകോണി വ്യത്യാസത്തിൽ ഓരോന്നും വിചാരണ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി, ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, ആഖിറബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ ഒന്നാമത്തെ വക്തിൽ മാത്രം വന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും 1.5 കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട്
ഒരു ഹജ്ജ് ചെയ്യണം, ഒരു ഉംറ ചെയ്യണം എന്നല്ല റസൂലുള്ളാന്റെ വാക്ക്. കയ്യിലുള്ള 10 100 1000 ദിർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ വാരിക്കോരി കൊടുത്ത് സൽപ്പേരും പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല റസൂലുള്ളാന്റെ വാക്ക്. വിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകൾ 1000 തവണ ഖത്മുകൾ ഓതിത്തീർത്ത് നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസുകളിലും പങ്കെടുത്ത് ഞാനൊരു നല്ല ഹാഫിൽ ലെവലിലേക്ക് എത്തിയവനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല റസൂലുള്ളാന്റെ കൽപ്പന. നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പും ഉടുക്കുന്ന സലഫി മർദ്ദകളും മഫ്തകളും ഓതിത്തീർക്കുന്ന ഖുർആനും റബ്ബിന്റെ മുൻപിൽ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാന്റെ മലക്കുകൾ കാത്തു നിൽക്കണമെങ്കിൽ സ്വർഗ കവാടം തുറക്കപ്പെടണമെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവനവന്റെ കുടുംബം നന്നാക്കട്ടെ, കുടുംബബന്ധം ചേർക്കട്ടെ. കാരണം ഈ ലോകത്ത് നിന്നും മാത്രമേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദുനിയാവിലേക്ക് സമ്പാദിക്കാൻ പറ്റൂ. മരണം തൊണ്ടയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കുടുംബക്കാരൻ ബന്ധുക്കാരൻ എന്നൊന്നും ചോദ്യങ്ങളില്ല. ഈ നാട്ടിൽ ഈ ലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ മയ്യത്ത് ഷാർജയിലെ ഏതെങ്കിലും മോർച്ചയ്ക്കുള്ളിലുണ്ടെങ്കിൽ അൻസാറിനെപ്പോ കൊണ്ടുവരും എന്നാരും ചോദിക്കാറില്ല. മയ്യത്തെപ്പോ എടുക്കും, മയ്യത്തെപ്പോ മറമാടും. ആദ്യം നഷ്ടപ്പെടുന്ന പേര് പോലും അള്ളാഹുവിന്റെ മുൻപിൽ പടച്ച റബ്ബ് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മനുഷ്യരെ ഈ ലോകത്ത് നമ്മളെ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. നന്നാവാൻ സാധിക്കുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാ. ആഖിറത്തിൽ റബ്ബിന്റെ മുൻപിൽ പൊരുത്തം വാങ്ങലില്ല, അള്ളാഹുവിന്റെ മുൻപിൽ ക്ഷമാപണങ്ങളില്ല, റബ്ബിന്റെ മുൻപിൽ സങ്കടം കൊണ്ട് കൈ പിടിച്ച കരയലുകളില്ല, നാഥന്റെ മുൻപിൽ വിനീത വിധേയ വേഷം കെട്ടി അള്ളാഹുവിനെ വഞ്ചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. പരലോകം റബ്ബിൻ്റെതാ. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. അന്ന് റബ്ബിൻ്റെതാണ് ആ ലോകം. അവിടെ എന്ത് നടക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത്. ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് 10-25 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്നൊരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയുമല്ല. കുടുംബ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. കിട്ടാവുന്നത് എന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാനെന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടികെട്ടി കൊണ്ടുപോകുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവനുണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ 25 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചു. അവൻ്റെതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു. അവസാനം ഒരസുഖത്തിൻ്റെ പേരിൽ നാഥന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് 6 അടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോ നാട്ടിലെ ചില കാരണവന്മാര് പറഞ്ഞു, ഒന്ന് കയ്യൊക്കെ ഒന്ന് നല്ലോണം നോക്കിക്കോളി. ഒന്നും കൊണ്ടുപോയിട്ടില്ല. എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ. ഒരു 5 ഉറുപ്പ്യന്റെ ഗുണം ചെയ്യാത്തവൻ, കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ, കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ. അവസാനം പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. 6 അടി മണ്ണിലേക്ക് ചരിച്ച് കടത്തുമ്പോ ആ 3 വെള്ളത്തുണിയല്ലാത്തതൊന്നും അവന്റെ കയ്യിലില്ലല്ലോ. അതാണ് മനുഷ്യരെ ദുനിയാവ്. അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലി കെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെ നമ്മളെ കുടുംബം എന്ന സ്വർഗം പണിത് നാഥന്റെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഉടയാടുകളോ നാഥന്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ 6 അടി മണ്ണിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതനെ ആരോ ഒരു ആടിന്റെ കുളമ്പടക്കമുള്ള മാംസഭാഗം കൊണ്ടു കൊടുത്തു. ആ മാംസഭാഗം കണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അടക്കം വല്ലാതെ സന്തോഷിച്ച് നിൽക്കുന്ന സമയം. കാരണം പല രാത്രിയും പകലും പട്ടിണി കിടക്കുമ്പോൾ അതിനിടയിൽ ആരോ കൊണ്ടെത്തന്നൊരു ഇറച്ചിക്കഷണം, ആ മാംസകഷണം കയ്യിലെടുത്ത അള്ളാഹുവിന്റെ ഹബീബ് ആ ഇറച്ചിക്കഷണം ഇങ്ങനെ തിരിച്ചും മറച്ചും നോക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു, റസൂലേ, ഇതെന്ത് കറി വെക്കണമെന്നോ എന്താ താങ്കൾ ചിന്തിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഒരൽപ്പം സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു, ആയിഷ,
ഇത് ഞാൻ ഇന്ന വൃദ്ധക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇന്ന വൃദ്ധക്ക് ഞാൻ അത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നു ആയിഷ റളിയല്ലാഹു തആല ദേഷ്യത്തോടെ ചോദിച്ചു, നബിയെ, അത്രമാത്രം പ്രായമുള്ള ഒരു വൃദ്ധക്ക് ഈ ഇറച്ചിങ്ങൾ എന്തിനു കൊടുക്കാൻ? അവർ നിങ്ങളെ കുടുംബമല്ലല്ലോ, അവർ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബന്ധമല്ലല്ലോ, പിന്നെന്തിനാ ആ സ്ത്രീക്ക് നബി അത് കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഒരു ഇറച്ചി കഷണം അങ്ങനെ പതുക്കെ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ആ വൃദ്ധ എൻ്റെ ഖദീജാന്റെ കൂട്ടുകാരിയാ, എൻ്റെ ഖദീജാന്റെ കൂട്ടുകാരിയാണ് ആ വൃദ്ധ. എൻ്റെ ഖദീജാക്ക് മനസ്സൊന്ന് വേദനിച്ച ഖദീജ ബീവി ഓടുന്നത് ആ വൃദ്ധയുടെ അരികിലേക്കായിരുന്നു. അന്ന് വൃദ്ധയല്ലായിരുന്നു. ആ കൂട്ടുകാരികളുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ പോലും അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ, ഈ ഒരു ഇറച്ചി എൻ്റെ ഖദീജാന്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ. അത്രയാണ് മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ സ്നേഹിച്ചിരുന്നത്. രക്തബന്ധമല്ലാതിരുന്നിട്ടുകൂടി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾ. പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇതുപോലെ ഒരു മരണം കേട്ടപ്പോഴും നാട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഓൻ മരിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. ഓൻ പൈസ മാത്രമല്ലായിരുന്നു തരാറുള്ളത്, ഇടക്കൊന്ന് വന്നു നോക്കും, ഓൻ്റെ അമ്മായി എന്നുള്ള വിളി കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷ. എൻ്റെ ആങ്ങളെ മരിച്ചുപോയാലും എൻ്റെ ആങ്ങളൻ്റെ മുഖം ഞാൻ ആ മകനിലൂടെ കണ്ടിരുന്നു. ഓൻ ചെയ്തൊരു വലിയ ബർക്കത്ത് അവൻ വന്നു നോക്കുന്നത് പോലെ ഓൻ്റെ മക്കളെയും കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ടുണ്ട്. ആ മക്കളും എൻ്റെ അടുത്ത് വരാറുണ്ട്. നമ്മളെ മക്കളോ നമ്മളെ കുടുംബങ്ങളോ സ്വന്തം ചോരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നാളെ റബ്ബിനെ മുൻനിർത്തി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ സ്നേഹബന്ധത്തിൽ ഏറ്റവും വലിയ അവകാശി നമ്മളെ മാതാപിതാക്കളാണ്. ആയുസ്സിൽ അള്ളാഹു ആയുസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകം നമ്മൾ കാണാനുള്ള റബ്ബിൻ്റെ തീരുമാനം, അള്ളാഹു നിശ്ചയിച്ച എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാത നമ്മളെ മാതാപിതാക്കൾ. ഇന്നോരോ പള്ളിക്കാട്ടിലും 1000 മനസ്സുകൾ തേങ്ങിക്കിടക്കുന്നുണ്ട്. ഓരോ പള്ളിക്കാട്ടിലും ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളുമായി ഓരോ ആത്മാക്കളും സ്വപ്നം പറ്റിയ മനസ്സും കണ്ണീരുമായി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ മക്കളൊന്ന് എൻ്റെ കബറിൻ്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോരോ ആത്മാക്കളും വിലപിച്ചുകൊണ്ട് കണ്ണുനീരുമായി ജീവിക്കുന്ന ഒരു ലോകം നമ്മളെ നാട്ടിലെ പള്ളി ഖബർസ്ഥാനിലുണ്ടെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു മക്കളെന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും പാവക്കുട്ടിയുടെ വില പോലും കിട്ടാതെ നാഥൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോയ ഒരുപാട് മാതാപിതാക്കൾ. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനവൻ്റെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് കിട്ടാവുന്നത് കഴിച്ച് ജീവിച്ചപ്പോൾ ആ മാതാപിതാക്കളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ആയുസ്സിൽ അഡ്രസ്സാക്കപ്പെട്ട ഉമ്മയോ വാപ്പയോ അള്ളാന്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ നഷ്ടപ്പെടുന്നത് എൻ്റെയും നിങ്ങളുടെയും അഡ്രസ്സ് കൂടിയാ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാ. ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചും വിരിച്ചിന്നവൻ്റെ മകനാണെന്ന് പറയാൻ കബറിൽ കിടക്കുന്ന വാപ്പാന്റെ പേരുച്ചരിക്കാൻ പോലും ധാർമ്മിക ബോധമില്ലാത്ത, ധാർമ്മിക അവകാശമില്ലാത്ത മക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട്. 4ഉം 5ഉം മക്കളെ ആയുസിന്റെ ബലം കൊണ്ട് കെട്ടിപ്പടുത്ത് പരിപാലിച്ച് പഠിപ്പിച്ച് വലുതാക്കിയിട്ടും ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മക്കളുടെ വാക്കുകൊണ്ട് പോലും സമാധാനം കിട്ടാതെ 4 ചുമരിനുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിച്ചൊരു വാപ്പയാണ് എൻ്റെ വാപ്പയെങ്കിൽ, ഉമ്മയെങ്കിൽ, നിങ്ങൾ സമ്പാദിച്ചോ, നിങ്ങൾ കെട്ടിപ്പടുത്തോ, നിങ്ങൾ ആസ്വദിച്ചോ, പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ യാത്ര അവസാനിക്കുന്നത് അതേ വാർദ്ധക്യത്തിലേക്ക് തന്നെയായിരിക്കും. ഇതൊന്നും കറുത്തു നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഫലപ്പെട്ടു നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഷാർപ്പായിട്ട് കാണണമെന്നില്ല, ഇതൊന്നും കൃത്യമായി മിടിച്ചു കൊള്ളണമെന്നില്ല. ആ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എന്നെ ഓർത്തെൻ്റെ വാപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ 1000 മടങ്ങ് അനുഭവിപ്പിക്കാതെ ഒരു മക്കളെയും ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, അസ്റഅൽ അദാബ്, അസ്റഅൽ അദാബ്, ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ വേഗത്തിലുള്ള ശിക്ഷ ഉഖൂഖൽ ഉമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ
വേദനിപ്പിച്ച മക്കൾക്കുള്ളതായിരിക്കും. നമ്മളെ മാതാപിതാക്കൾ മനസ്സമാധാനത്തോടെയാണോ ഖബർ കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഖബർ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. ഞാനൊക്കെ പറയാറുണ്ട്, നാട്ടിലുള്ള ഖബർ പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ മയ്യത്തിൻ്റെ അരികിൽ ചെന്ന് ഒരു 3 പിടി മണ്ണൊക്കെ വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലാൻ ഇന്ന് ചിലർക്ക് നേരല്ല. കാരണം ദുനിയാവാണ് വലുത്. ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അതിനൊന്നും വലിയ നേരം കിട്ടുന്നില്ല. പക്ഷേ നാളെ നമ്മളെ വാപ്പ ആ മണ്ണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ കാല് വെക്കുമ്പോൾ അന്ന് നമ്മളെ നെഞ്ചുപടയും. ഓരോ മയ്യത്ത് ആ മണ്ണ് കൊണ്ടെക്കുമ്പോഴും തൊട്ടപ്പുറത്തെവിടെയോ ആ പള്ളിക്കാട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഉമ്മാനെ ഓർത്ത് നമ്മൾ കരയും. ആ കരച്ചിൽ കരയാതിരിക്കണമെങ്കിൽ മക്കളെ, ദുനിയാവിൽ പടച്ച റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചത് ആ കൈകളിലാണെങ്കിൽ, അവരെ ഏൽപ്പിച്ചത് നമ്മളെ കൈകളിലാണെങ്കിൽ ആ സന്തോഷത്തോടുകൂടി അവരെ തിരിച്ച് യാത്രയാക്കാൻ പറ്റണം. അതാണ് ബന്ധം, അതാണ് കുടുംബം. ഏറ്റവും മനോഹരമായി മക്കളിൽ നിന്ന് സമാധാനം കിട്ടി തിരിച്ചുപോയവരുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. ജീവിതത്തിൽ അവനോട് പരിഹാസത്തോടെ പലരും ചോദിച്ചു പോലും, രാവിലെ എല്ലാവരും എക്സസൈസിനിറങ്ങുമ്പോൾ അവരുടേതായ ശാരീരിക പുഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ എന്നെ അവിടെ കാണലൊന്നുമില്ലല്ലോ. ഓൻ തിരിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു, അതിനേക്കാളും വലിയൊരു എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത്ഭുതത്തോടെ അവർ ചോദിച്ചു, എന്തേ? എൻ്റെ വാപ്പ കിടപ്പിലാണെന്ന് നിങ്ങൾക്കറിയാലോ. വാപ്പാനെ കൈകൊണ്ട് പിടിച്ച് കയ്യിലെടുത്ത് വാപ്പാനെ കുളിപ്പിക്കുന്നത് ഞാനാ. വാപ്പാൻ്റെ വിസർജ്യം വാരിക്കളയുന്നത് ഞാനാ. വാപ്പാനെ കുളിപ്പിച്ച് ഒരു വെള്ള തുണി ഉടുപ്പിച്ച് വാപ്പാൻ്റെ മുൻപിലേക്ക് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെതും തുറന്നു വെച്ചു കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലും വലിയൊരു എക്സസൈസ് എനിക്ക് കിട്ടാനില്ല എന്നാ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടെങ്കിൽ, ഹുമാ ജന്നതുക വനാറുക, നിന്റെ സ്വർഗവും നിന്റെ നരകവും ആ മാതാപിതാക്കൾ തന്നെയാ. ഈ ലോകത്ത് വെച്ച് നിന്റെ വാപ്പാനെ നീ നോക്കുന്നില്ലേ എന്നൊരാൾ ചോദിക്കുമ്പോൾ പറയാൻ നമുക്ക് 100,000 കാരണങ്ങൾ ഉണ്ടാകും. ഇന്ന് ചില മക്കൾ പറയുന്നത് പോലെ, വാപ്പിനിക്കെന്താ തന്ന്, ഉള്ളതൊക്കെ ഇളയോനല്ലേ കൊടുത്ത്, റോഡ് സൈഡിലുള്ള 10 സെന്റിലല്ലേ ഇളയോൻ വീടുണ്ടാക്കിയേ, ഓൻ നോക്കട്ടെ വാപ്പാനെ. ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയും ഉമ്മാന്റെ ചവിട്ട് കിടന്ന ചുറ്റും കൊടുത്തിട്ടല്ലേ ഓൻ ആദ്യം ഗൾഫിക്ക് പോയത്. ഓൻ നോക്കട്ടെ ഉമ്മനെയും വാപ്പനെയും. കാരണം ന്യായങ്ങളുണ്ട്, പറയാൻ കാരണങ്ങളുണ്ട്. പക്ഷെ നാളെ റബ്ബിന്റെ മുൻപിലാണ് ആ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തെ പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. നാഥന്റെ മുൻപിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കുമെന്ന്, നിന്റെ മാതാപിതാക്കളോട് നീ നീതിയോരെ പെരുമാറിയോ? ദുനിയാവിൽ നിന്ന് അള്ളാഹു ഏൽപ്പിച്ചു തന്ന നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ ഉദരത്തിലാണെങ്കിൽ, ഉമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ കിട്ടിയ വായുവാണ് നിന്റെ ആദ്യത്തെ ശ്വാസമെങ്കിൽ, ഉമ്മാന്റെ പൊക്കിളിലൂടെ വന്ന വെള്ളമാണ് നിന്റെ ആദ്യത്തെ പാനീയമെങ്കിൽ, ഉമ്മാന്റെ കരുതലും സ്നേഹവുമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പവിത്രതയെങ്കിൽ, ഒരു വാപ്പാന്റെ ശരീരത്തിന്റെ വിയർപ്പ് തുള്ളികളാണ് നിനക്ക് തണലായി അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ, ആട്ടും തുപ്പുമേറ്റ് പലരുടെയും ആലകളിൽ എല്ല് വെള്ളമാക്കി സങ്കടപ്പെട്ട ഒരു വാപ്പാന്റെ നെഞ്ചു വിരിച്ച യാത്രയിലാണ് നിന്റെ പഠനവും സമാധാനവുമെങ്കിൽ, ആ സാധുക്കളെ വാർദ്ധക്യത്തിലെത്തിയപ്പോ പിൻകാലുകൊണ്ട് ചവിട്ടിത്തേക്കാൻ പലരുടെയും വാക്കുകൾ കേട്ട് നീ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു പറയുന്നു നിന്റെ നരകമാണ് നീ നിലക്ക് വാങ്ങിയത് എന്ന്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ലോകത്തേക്ക് അള്ളാഹു നമുക്ക് തന്ന അഡ്രസ്സുകൾ അവരാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അവരെ കൊണ്ടു നടക്കണം. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഡ്യൂട്ടി അടക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഫോണിലേക്ക് നോക്കി കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തേ പെട്ടെന്ന് കരയാനുള്ള കാരണം? അവനൊരു ഫോട്ടോ തിരിച്ച് കാണിച്ചു തന്നു. ഏതോ ഒരു കല്യാണ വീട്ടിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഉള്ള മുൻഭാഗത്തുള്ള 4 പല്ല് കാണിച്ചിട്ടൊരു സാധുവായ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അരികിൽ തന്നെ ഒരു പർദ്ദയും ഒരു മഫ്തയും ധരിച്ച് പ്രായമുള്ള ഉമ്മയും നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതിൻ്റെ ഉമ്മയും വാപ്പയുമാ. ഇളയോൻ്റെ വീട്ടിൽ കിടന്നു മരിച്ചു. ഇപ്പം മരണത്തിന് ശേഷം അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, നമ്മളാണ് അങ്ങനെ കാണുന്നതെങ്കിൽ, ആയുസ്സിൽ വാപ്പല്ലാണ്ടാകുമ്പോൾ, ഉമ്മല്ലാണ്ടാകുമ്പോൾ, പറയാനൊരു അഡ്രസ് ഇല്ലാണ്ടാകുമ്പോൾ, അവസാനം വീട്ടിൻ്റെ ഏതെങ്കിലും മൂലക്കിരുന്ന് മരിച്ചുപോയ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ കാണുമ്പോൾ അന്ന് ഞാൻ കരയേണ്ടി വരും, അന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെടേണ്ടി വരും. അത് വരാതിരിക്കണമെങ്കിൽ ആയുസ്സുള്ള കാലത്ത് അവരെ ഏറ്റവും മനോഹരമായി ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി അവരെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ കുടുംബത്തിൽ എന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മക്കളോട് കാണിക്കേണ്ട നീതിയുണ്ട്, ന്യായമുണ്ട്.
അനീതി കാണിക്കുന്ന മാതാപിതാക്കൾ നാളെ റബ്ബിന്റെ മുൻപിൽ ഏറെ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. മക്കളെയും സ്നേഹിക്കണം, മരുമക്കളെയും സ്നേഹിക്കണം. നല്ല നിലക്ക് തൻ്റെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ പലപ്പോഴും രക്ഷിതാക്കൾ ആ സംസാരത്തെ മോശമായി ചിത്രീകരിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം അതാ, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം, ഉമ്മാനോടും ബാപ്പാനോടും വാശി കാണിക്കരുതെന്ന് പറയണം, ഞങ്ങളെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒന്ന് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയണം എന്ന് ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ ആ ഭർത്താവ് അത് വാപ്പാനോടും ഉമ്മാനോടും സംസാരത്തിൻ്റെ ഇടക്ക് സൂചിപ്പിച്ച സമയത്ത് ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കുടുംബക്കാരുടെ എന്ന് പെണ്ണിനോട് ചോദിച്ചു പോലും, ഇജ്ജ് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാ, ഞങ്ങളുടെ കുടുംബക്കാരുടെ പിണക്കുണ്ടാക്കാൻ വന്നതാ, ജിന്നയും മോനെയും കൂടിയും തമ്മ പണക്കാൻ വന്നതാ, ജിന്നയും പിയാപ്പിളനെയും കുഴപ്പമുണ്ടാക്കാൻ വന്നതാ, ജിന്നയും പെങ്ങളെയും മരുക്കളെയും അല്ലെങ്കിൽ ജിന്നയിൻ്റെ മോളെയും തമ്മ പണക്കാൻ വന്നതാ എന്ന് പറയല്ല നല്ല വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ലക്ഷണം. ഞങ്ങളുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അതിര് കടക്കലുണ്ടോ, മക്കൾക്കൊരു പ്രയാസമായി മാറുന്നുണ്ടോ, എൻ്റെ വൈവിട്ട സംസാരം എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എൻ്റെ മരുക്കൾക്കും മനസ്സ് നോവലുണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും കുടുംബം നേരെയാക്കാൻ വേണ്ടി മകൻ ഉമ്മാനോടൊന്ന് സൂചന കൊടുക്കും, ഉമ്മ ഇങ്ങനെയൊന്നും വാശി കാണിക്കരുത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അവളുങ്ങളെ നോക്കണം, ഞാൻ ചിലപ്പം വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തിരക്കിൻ്റെ ഇടയിലാകുമ്പോൾ ഉമ്മ അവൾ പറയുന്നത് കേൾക്കണം എന്നൊന്നുമല്ല, വെറുതെ അവളെ കുറ്റങ്ങളൊന്നും പുറത്തുപോയിട്ട് പറയണ്ട, എന്തിനാ അവളെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ പുറത്തുപോയിട്ട് പറയുന്ന ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ വേഗം തിരിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം, ഈ അല്ലെങ്കിൽ ഓളെ സാരിത്തുമ്പില, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാവൂല എന്ന്, ഓളെ സാരിത്തുമ്പിൽ നടന്നോ, ഓളെ പാവാടത്തുമ്പ് പിടിച്ചു നടന്നോ, ഇനി നാണം കെട്ടോനാ, ഇനി ഒരാണും പെണ്ണും കെട്ടോനാ എന്നും മക്കളോട് പറയല്ല ചെല്ലേണ്ടത്, മറിച്ച് മക്കളോട് ആ കുടുംബത്തോട് പറയണം, മക്കളെ ഞങ്ങൾ ഏറ്റവും ക്ഷമയോടെ ബാധ്യതയാകാതെ ജീവിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അറിവില്ലായ്മ കൊണ്ട് ദേഷ്യമോ വാശിയോ ഞങ്ങളെ ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങളെ വെറുക്കാത്ത നിലക്ക് ഞങ്ങളോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. നല്ല നിലക്ക് നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ എൻ്റെ മക്കളായിട്ട് എനിക്ക് നിങ്ങളെയും കാണണം, നിങ്ങളോട് നീതി കാണിച്ച മാതാപിതാക്കളായിട്ട് ഞങ്ങൾക്കും കാണണം എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണം. കാരണം ഇന്ന് പല കുടുംബത്തിലും രക്ഷിതാക്കളുടെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചില്ലേ, എൻ്റെ മോനെ കൊണ്ട് എന്നെ ചെലവിന് തന്നിച്ചില്ലേ എന്നൊക്കെ പറയുമ്പം ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദായിയുടെ ഒരു ഫത്വയുണ്ട്, ഓരോ രക്ഷിതാക്കളെയും നോക്കേണ്ടത് മക്കളാ മരുക്കളല്ല എന്നുള്ളത്. ആ കോട്ടിങ്സ് എടുത്തിട്ട് ഫത്വ എടുത്തിട്ട് പല മരുക്കളും തൻ്റെ ഭർത്താവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഭാര്യനെ നോക്കാം അല്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ശരിയാ, ആ നിർബന്ധമില്ലാത്ത നിലക്ക് ആ ഉമ്മാനെ നോക്കാൻ ഭാര്യക്ക് പറ്റണം. അതിനെന്തു വേണം? അവളെ വാപ്പനെയും സ്വന്തം വാപ്പയുമ്മയായിട്ട് കാണണം. അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്താരാ? നിന്റെ ഭാര്യൻ്റെ ഉമ്മ. ഇനി എൻ്റെ ഭാര്യ ഇങ്ങി തൊലാക്ക് ചെല്ലിയെന്ന് കരുതുക, എന്നാലും ഇനി എൻ്റെ ഭാര്യൻ്റെ ഉമ്മനെ കെട്ടാൻ പാടില്ല, എൻ്റെ ഉമ്മാക്ക് സമ. ആ നിലക്ക് ഇങ്ങി ഓളമ്മനെയും വാപ്പനെയും നോക്കണം. ആ നോക്കാൻ വേണ്ടി അവളെ പറഞ്ഞേക്കണം, അവൾക്ക് സഹകരണം കൊടുക്കണം, അവൾക്ക് സഹായം ചെയ്യണം. അത് കണ്ടിട്ട് അവൾക്ക് തോന്നണം, നിങ്ങളമ്മനെയും വാപ്പനെയും ഞാനും നോക്കേണ്ടതാ എന്ന് നോക്കാൻ ചിന്തിക്കുന്ന പാകപ്പെട്ട മനസ്സിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റണം. അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് എൻ്റെ വാപ്പനെയും നോക്കാനാ എന്ന ധാരണ ശരിയല്ലെന്ന ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടൂ. അത് മക്കളാണെങ്കിലും ശരി, മരുമക്കളാണെങ്കിലും ശരി, നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിച്ചവർക്കൊക്കെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പോലും സൂചിപ്പിച്ചത്, ഞാൻ എൻ്റെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയാ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരു മകൻ തന്നെ ആ ഭാര്യനെ പറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കരുതും അത് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാനാണ്. പക്ഷേ ഒരു 10 ബ്രോസ്റ്റിൻ്റെ പെട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രോസ്റ്റിൻ്റെ ഒരു 10 കോഴിക്കഷണമെങ്കിൽ 2 ഭാര്യ ആദ്യം മാറ്റി വെക്കും. ഞാൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചിട്ടുണ്ട്, ഇതാർക്കാ മാറ്റി വെക്കുന്നത്? നമ്മൾ 5 ആളില്ലേ, 5 ആൾക്ക് ഒരു കഷ്ണം 2 എടുക്കണമെന്ന് കരുതിയാൽ പോലും ഇത് തികയൂലടി എന്ന് പറയുമ്പം അവൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, തൊട്ടപ്പുറത്തെ പറമ്പ് കിടക്കുന്ന വാപ്പക്കും ഉമ്മക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ വാപ്പക്കും ഉമ്മക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ തൊണ്ടേന്ന് അത് ഇറങ്ങൂലട്ടോ എന്ന് അയാൾ കണ്ണീരോടെ പറയുന്നുണ്ട്. ഞാൻ മരിച്ചാലും എനിക്ക് ഉറപ്പാണ് എൻ്റെ വാപ്പയമ്മയും സങ്കടപ്പെടൂല എന്ന്. അങ്ങനെ സ്നേഹിക്കുന്ന മരുക്കളും ഉണ്ട്. കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ്
പലപ്പോഴും അത് തിരിച്ചു കിട്ടുക. ആയുസ്സിൽ പല മാതാപിതാക്കളും മറ്റുള്ളവരോട് പറയാറുണ്ട്, എൻ്റെ മകള് വരാത്തതാണ് എനിക്കിഷ്ടം, എൻ്റെ മകള് എന്നെ നോക്കാത്തതാണ് എനിക്കിഷ്ടം, എൻ്റെ മരുക്കൾ വരുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കുടുംബം ഭംഗിയായി പോകാൻ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാതൃക നാവുകളെ സൂക്ഷിക്കല, ക്ഷമിക്കല, കുത്തുവാക്കുകൾ പറയാതിരിക്കല. മറ്റൊരു കാര്യം കൂടി, സ്നേഹം കൊണ്ടേ ദാമ്പത്യത്തെ കെട്ടിപ്പടുക്കാൻ പറ്റൂ. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എന്നാലും 1-2 വാക്കുകൾ കൂടി. സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് ദാമ്പത്യം. അവിടെ പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നമുക്കത് സ്വർഗമാക്കാൻ സാധിക്കും. എന്തു വേണം? പരസ്പരം എനിക്ക് അല്ലാഹു തന്നതാണെന്ന ബോധ്യത്തോടുകൂടി നാഥന്റെ മുൻപിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റേണ്ടതുണ്ട്. ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കൊടക്ക് കീഴിലുള്ള ജീവിതമാണ് ദാമ്പത്യം. എൻ്റെ പെണ്ണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ആണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ചിന്തിക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരാതികൾ ഉണ്ടാവും. അതാണ് കുടുംബം. അല്ലാതെ ഒന്നുമില്ലാതെ കുടുംബക്കാരെ മുൻപിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യാ മനുഷ്യരെ? ഇന്നങ്ങനെയാ പലരും. വീട്ടിൻ്റെ ഗേറ്റ് എത്തുമ്പം മൊബൈലിൽ ഒരു ഫോണിൻ്റെ മെസ്സേജ്, വീടെത്താറായി, വൈഫ് ഉണ്ടാകും, നാളെ മെസ്സേജ് ചെയ്യാം. ജാരന്മാരാകുന്നവർ വീട്ടിൽ ഭർത്താവിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ അകത്ത് നിന്ന് മറ്റൊരു മെസ്സേജ്, പിയാപ്ലന്റെ വണ്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞാൻ നാളെ വിളിക്കാം, ഇനി മെസ്സേജ് അയക്കരുതിട്ടോ. പരസ്പരം അഭിനയിച്ച് 4 ചുമരിനുള്ളിൽ തിന്നും കുടിച്ചും രമിച്ചും ആഴ്ചയിലോ കൊല്ലത്തിലോ ഒരിക്കൽ ശരീരം പങ്കിട്ടും ജീവിക്കുന്ന ജീവിതമല്ല മനുഷ്യരെ ആയുസ്. കിട്ടുന്നത് ഒരു രാത്രിയാണെങ്കിലും നെഞ്ചോട് ചേർന്ന് കിടന്ന് സ്വപ്നം കാണാൻ പറയണം. അള്ളാന്റെ സ്വർഗത്തിൽ ഇതുപോലെ കിടക്കാൻ പറ്റണമെന്ന് പറയണം. അതുകൊണ്ടാണല്ലോ പരസ്പരം മനസ്സിലാക്കല ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം. നമ്മളെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി എന്നൊരു നോവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജീദും സുഹറയും തമ്മിലുള്ള ഒരു ജീവിതത്തിൻ്റെ, പ്രണയത്തിൻ്റെ വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു അത്. ബാധ്യതകളായി സങ്കടപ്പെട്ട് അവസാനം കൊൽക്കത്തയിലേക്ക് വാഹനം കയറുന്ന മജീദ് അവിടെ ചെന്നൊരു അപകടത്തിൽപ്പെട്ട് കാല് മുറിക്കേണ്ടി വന്നപ്പോൾ ആ നിമിഷം വരെ ആ കൊൽക്കത്തയിലെ പല മലയാളികളോടും മജീദ് പറഞ്ഞത് സുഹറയെക്കുറിച്ചായിരുന്നു. എൻ്റെ സുഹറ കാത്തിരിക്കുന്നതിനെ പറ്റിയായിരുന്നു. അവസാനം കാല് മുറിഞ്ഞ് ഞൊണ്ടിയായി ഒരു കാലിൻ്റെ പകുതി ഭാഗമില്ലാതെ ഇരിക്കുന്ന മജീദിൻ്റെ അരികിൽ വന്ന് നാട്ടുകാർ ചോദിച്ചു, മജീദേ, ഇനി നിന്നെ ഞൊണ്ടിക്കാലൻ എന്നല്ലേ നാട്ടുകാർ വിളിക്കുക? നിന്റെ സുഹറയും നിന്നെ വിളിക്കുന്നത് ഞൊണ്ടിക്കാലൻ എന്നായിരിക്കും. അറ്റുപോയ കാലിൻ്റെ ഭാഗത്ത് പതുക്കെ തടവി നോക്കിയിട്ട് മജീദ് തിരിച്ചു പറഞ്ഞു, എൻ്റെ സുഹറ ഒരിക്കലും എന്നെ ഞൊണ്ടിക്കാലൻ എന്ന് വിളിക്കില്ല. എൻ്റെ അറ്റുപോയ കാലിൻ്റെ അറ്റത്ത് ചുംബിക്കുകയല്ലാതെ എൻ്റെ സുഹറാക്ക് എന്നെ ഞൊണ്ടിക്കാലൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അവളോളം എന്നെ അറിഞ്ഞ മറ്റൊരു പെണ്ണും ഈ ലോകത്തില്ല. ഇതാണ് മനുഷ്യരെ ദാമ്പത്യം, പരസ്പരം മനസ്സിലാക്കൽ. എൻ്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന സുഹറയെ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഭർത്താക്കന്മാർ ചിന്തിക്കണം. 1000 സ്വപ്നം കണ്ട് ഒരു വാപ്പാന്റെ രാജകുമാരിയായി ജീവിച്ചവളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം ചാരത്ത് മനസ്സമാധാനമില്ലാതെ കിടത്തിയുറക്കിയാൽ ആ ആണ് ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയാ. കാരണം ഏതൊരു വാപ്പയും നിക്കാഹിന് പറയുന്ന ഒരു വാക്കുണ്ട്. നിക്കാഹിന്റെ വേദിയിൽ പിയാപ്ലന്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയുന്നത് സവ്വജതുക വഅൻകഹതുക എന്നാണെങ്കിലും പറയാതെ പറയുന്ന, അകത്തുനിന്നും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മോനെ, അവൾ ഞങ്ങളെ ഒരു രാജകുമാരിയാ, അവളെ കൂട്ടിക്കൊണ്ടുപോയി നീ ഒരു വേലക്കാരിയാക്കല്ലേ, നീ തല്ലല്ലേ, നീ അവളെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഞങ്ങളെ പൈതലിനെ സ്വർഗത്തിലെത്തിക്കാൻ നിന്നെ ഏൽപ്പിക്കുന്നൊരു വാപ്പ പറയുമ്പോൾ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വന്തം ജീവിതത്തിലിട്ട് സങ്കടപ്പെടുത്തിയ പിന്നെ ഓനെത്ര മുതലുണ്ടായിട്ടെന്താ, ഓനെത്ര പൈസക്കാരനായിട്ടെന്താ? ഇതേപോലെ തന്നെ ഉമ്മമാരോടും നമ്മളെ പ്രാണനായ മജീദിനെ അറിയണം, ആണിനെ അറിയണം. ഒരു കണക്കും വെക്കാതെ ജീവിക്കുന്ന തൻ്റെ പുരുഷൻ, ആയുസ് മുഴുവൻ അനേകായിരം സങ്കടങ്ങളുണ്ട് ഈ ആണുങ്ങൾക്കൊക്കെ. ഇവരൊക്കെ ഇരിക്കുന്നത് AC റൂമിലാണെങ്കിലും ഓരോ സങ്കടങ്ങൾ നെഞ്ചിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. അധ്വാനിച്ചും സങ്കടപ്പെട്ടും ചെലവഴിക്കുമ്പോൾ അവൻ ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റൂല. സ്വന്തം കൈമലൊരു 10 ഉറുപ്പ്യ വരുമ്പോൾ ആ 10 ചെലവഴിക്കുന്നിടത്ത് നിങ്ങൾ ബേജാറാകുന്നുണ്ടെങ്കിൽ ഒരായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളെ പുഞ്ചിരിക്ക് വേണ്ടി, മക്കളുടെ ആയുസ്സിന് വേണ്ടി ചെലവാക്കുന്നവൻ ആ കുടുംബത്തെ നല്ലത് ശീലിപ്പിക്കണം, നല്ല നിലക്ക് കുടുംബത്തെ കൊണ്ടടക്കണം. ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയം പറഞ്ഞാൽ അവസാനിക്കാത്തതാ. നമ്മളിൽ അള്ള ഏൽപ്പിച്ച കുടുംബത്തെ അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കുക, അത്രയേ ഉള്ളൂ ഉത്തരവാദിത്വം. അതിൻ്റെ ഇടക്ക് പടച്ചോൻ തരുന്നതാ മുതല്, അള്ള തരുന്നതാ സൗകര്യം.
അങ്ങനെ കണ്ടാൽ മതി എല്ലാറ്റിനെയും. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്തേറ്റ് കിടക്കുമ്പോൾ പലരും വന്ന് ഉമറിനോട് വിളിച്ചു, സയ്യിദുനാ എഴുന്നേൽക്കി, ഉമറെ എഴുന്നേൽക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് വിളി എഴുന്നേൽക്കുന്നില്ല. സങ്കടം കൊണ്ട് കണ്ണീരുമായി സഹാബത്ത് നിൽക്കുമ്പോൾ മകൻ ഇബ്നു ഉമർ വന്നു പറഞ്ഞു, ഉപ്പാൻ എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, നമസ്കാരത്തിന് സമയമായി എന്ന്. സഹാബാക്കളിൽ ചിലർ കുനിഞ്ഞിരുന്ന് വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന ബോധം കെട്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ ചെവി പറഞ്ഞു, ഉമറെ നിസ്കാരത്തിന് സമയമായി. ഞെട്ടി എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ നോക്കി, വീണ്ടും ബോധം കെട്ടുപോയി. സഹാബത്ത് പാല് കുടിപ്പിച്ചു. കുത്തേറ്റ വയറിന്റെ ഭാഗത്തുകൂടെ പാല് പുറത്തേക്ക് വന്നു. തേൻ കുടിപ്പിച്ചു. കുടലിന്റെ ഉള്ളിലൂടെ തേൻ പുറത്തേക്ക് വന്നു. അല്പം ബോധം തെളിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സലാത്ത്, നിസ്കരിക്കാൻ പോ. അതാണ് മനുഷ്യരെ കുടുംബം. ആത്തിക്ക ബീവിയെയും ഇബ്നു ഉമറിനെയും സ്വർഗത്തിൽ കാണണമെന്ന് വാശി പിടിച്ചൊരു വാപ്പയാവാൻ, ഉമ്മയാവാൻ നമ്മക്ക് എന്ന് പറ്റുന്നോ അന്ന് ആ മക്കളോട് നീതി കാണിച്ച രക്ഷിതാക്കളാവാൻ പറ്റുക. ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു ഒരുമിച്ചുകൂടൽ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റബ്ബിൻ്റെ സ്വർഗത്തിലും അള്ളാഹു നമുക്ക് ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മനസ്സിന് തൃപ്തമായ, പരസ്പരം സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.